എല്ലാവർക്കും നമസ്കാരം. ഹൃദയനിർഭരം ധ്യാനത്തിൻ്റെ ഈ 65-ാം എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി നമുക്കായി അവതരിപ്പിക്കുന്നത് കേരള ഹാർട്ട്ഫുൾനെസ് റീജിയണൽ ഫെസിലിറ്റേറ്ററായ ശ്രീ KU മോഹൻ. സ്വാഗതം മോഹനേട്ടാ. നമസ്തേ ഡോക്ടർ ഇന്ദു. ഈ പരിപാടിയിൽ എന്നത്തെയും പോലെ 2 പ്രധാന ഭാഗങ്ങളാണുള്ളത്. ആദ്യം ഒരു ചോദ്യോത്തരവേള, അതിനുശേഷം ഓഫ്ലൈനായി സത്സംഗം 9 മണി മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. അപ്പോൾ നമ്മളൊരു സെൻറ്ററിങ് ചെയ്തതിന് ശേഷം ചോദ്യത്തിലേക്ക് കിടക്കാം. ഓക്കെ. മൃദുവായി കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. പരസ്പരം കണക്റ്റ് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ ഈ അവസ്ഥയിൽ നമുക്ക് ഒരു പ്രാർത്ഥന ചെയ്യാം. നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് 2 മിനിറ്റ് ഇരിക്കാം. ഓക്കെ, നന്ദി മോഹനേട്ടാ. ഇനി ഈ ആഴ്ചയിലെ ചോദ്യത്തിലേക്ക് കിടക്കാം. അതായത്, നമ്മുടെ മനസ്സ് ഒരു അലയുന്ന സ്വഭാവമുള്ളൊരു മനസ്സാണല്ലോ. അപ്പോൾ അതിനെ കേന്ദ്രീകൃതമാക്കുക അല്ലെങ്കിൽ കേന്ദ്രവുമായി പരിചയപ്പെടുത്തുക എന്നതാണ് ധ്യാനമെന്ന് നമ്മൾ പറയാറുണ്ട്. ബാബുജി സത്യോദയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഹൃദയത്തിൽ ധ്യാനിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഇതാണെന്ന് ബാബുജി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ മൂലകാരണമായ കേന്ദ്രവും മനുഷ്യനും തമ്മിലുള്ള എങ്ങനെയാണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നത്, ഇത് രണ്ടും, അതായത് കേന്ദ്രവും മനുഷ്യനും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നത് ഹാർട്ട്ഫുൾനെസ് വേ ബുക്ക് 2-ന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് വിശദീകരിക്കാമോ? കേന്ദ്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ ചോദ്യം. മൂലകാരണം, കേന്ദ്രം. ഈ വേദങ്ങളുടെ കാതലായ ഭാഗമാണ് തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത്. ഈ തന്ത്രശാസ്ത്രത്തിലാണ് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി, അതുപോലെ കേന്ദ്രം, പ്രപഞ്ചത്തിൻ്റെ മൂലകാരണം, ഇതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഭാഗമാണ് ഈ തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പം അതിൽ പറയുന്നത് മനുഷ്യൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ഒരു മിനിയേച്ചർ ഫോമാണ്. മനുഷ്യൻ മാത്രമല്ല, എല്ലാ സൃഷ്ടികളും. ഉദാഹരണത്തിന് അവർ പറയും, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, ശരീരം, മനസ്സ്, ആത്മാവ്, 3 ഘടകങ്ങളല്ലേ നമ്മൾ പറയുക. അപ്പോൾ അതിനവർ വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ എന്ന് പറയും. അതായത് ശരീരം, മനസ്സ്, ആത്മാവ് എന്ന് പറയുന്നതിന് പകരം
ശരീരം ഉള്ള ആ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് വിശ്വൻ എന്ന് പറയും. മനസ്സിനെ തൈജസ് എന്ന് പറയും, പ്രകാശിക്കുന്നു എന്നുള്ള അർത്ഥം. പ്രാജ്ഞൻ എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്നാണ്. അപ്പോൾ ശരീരം, മനസ്സ്, ആത്മാവ് എന്നുള്ളത് നമ്മൾ വേറെ രീതിയിൽ പറയണമെന്നേ ഉള്ളൂ. ഇനി അപ്പോൾ മനുഷ്യൻ്റെ ശരീരം, അതാണ് വിശ്വൻ എന്ന് പറയുന്നത്. സൃഷ്ടിയിലുള്ള എല്ലാ ശരീരങ്ങളും ചേർന്ന് ഒരു ശരീരമായി കഴിഞ്ഞാൽ അതിനെയാണ് വിരാട് പുരുഷൻ്റെ ശരീരം എന്ന് പറയുന്നത്. അപ്പം അതിനെ വിരാട് എന്ന് പറയും, എല്ലാ സൃഷ്ടിയിലുള്ള ശരീരങ്ങളും ചേർന്ന്. അതുപോലെ എല്ലാ സൃഷ്ടിയിലുള്ള മനസ്സുകളും ഒന്നിച്ച് ചേർന്നാൽ അതൊരു മാസ്റ്റർ മൈൻഡ് ആവും. അതിനെയാണ് ഈശ്വരൻ അല്ലെങ്കിൽ അന്തര്യാമി എന്ന് പറയുന്നത്. അതൊരു മാസ്റ്റർ മൈൻഡാണത്, ഈശ്വരൻ എന്ന് പറയുന്നത്. ഇനി എല്ലാ ആത്മാക്കളും ഒന്നു ചേർന്ന് ഒരു ഏകമായിട്ടുള്ള ആത്മാവായി കഴിഞ്ഞാൽ അതിനെ ഹിരണ്യഗർഭൻ എന്ന് പറയും. അപ്പോൾ വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ മനുഷ്യൻ്റെ കാര്യത്തിൽ. പ്രപഞ്ചത്തിൻ്റെ രൂപത്തിൽ പറയുമ്പോൾ നമ്മൾ വിരാട്, ഈശ്വരൻ, ഹിരണ്യഗർഭൻ എന്ന് പറയും. അതായത് പ്രപഞ്ചത്തിൻ്റെ ഒരു മിനിയേച്ചർ ഫോമാണ് മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലാണ് അത് പറയുന്നത്. എന്നിട്ട് അവർ പറയും സൃഷ്ടിക്ക് മുമ്പ് അനന്തശൂന്യ വിസ്തൃതി മാത്രമേ ഉണ്ടായിരുന്നു. ഹാർട്ട്ഫുൾനെസ്സിൽ പറയുന്ന സ്പേസ്, നമ്മൾ പറയില്ല ഈതർ എലിമെൻ്റ് അല്ലെങ്കിൽ ആകാശം എന്ന് പറയും. ആ അനന്തശൂന്യ വിസ്തൃതിയിൽ ആദ്യത്തെ ചലനം സൃഷ്ടിക്ക് കാരണമായി. അപ്പോൾ ആ ഒരു ചലനം സംഭവിച്ചപ്പോൾ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് എല്ലാ സൃഷ്ടികളും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിന് നിശ്ചലമായ ഒരു കേന്ദ്രബിന്ദുണ്ട്, ചലിക്കുന്ന ഒരു ബാഹ്യമുണ്ട്. എല്ലാത്തിനും അങ്ങനെയല്ലേ? അപ്പോൾ നിശ്ചലമായ കേന്ദ്രത്തിനെ പുരുഷൻ അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയും. ചലിക്കുന്ന ബാഹ്യത്തിനെ നമ്മൾ പ്രകൃതി എന്ന് പറയും. അപ്പോൾ ഈ വൈവിധ്യം, കേന്ദ്രത്തിൽ ഉറങ്ങിക്കിടക്കുന്ന എല്ലാ വൈവിധ്യങ്ങളെയും ഉണർത്തി കണ്ട് രസിക്കാനുള്ള ഒരു പദ്ധതി എന്നാണ്. അപ്പോൾ ഈ ചലിക്കുന്ന ബാഹ്യത്തിനെ കണ്ട് രസിക്കാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ നിശ്ചലമായ കേന്ദ്രത്തിൽ ആത്മാവിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ രസിക്കാനുള്ള പദ്ധതി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ബാഹ്യമായിട്ടുള്ള ചലനത്തിന് ഈ കേന്ദ്രത്തിനെ ഒരു തരത്തിലും ബാധിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സൃഷ്ടി ആയിട്ട് വരുന്നത് അഗ്നിയാണെന്ന് വിചാരിക്കുക, പ്രകടമാകുന്നത് അഗ്നിയാണെന്ന് വിചാരിക്കുക. ആ അഗ്നിക്ക് അതിൻ്റെ കേന്ദ്രമായിട്ടുള്ള ആത്മാവിനെ നശിപ്പിക്കാൻ സാധ്യമല്ല, ഭസ്മാക്കാൻ പറ്റില്ല. അപ്പോൾ അത് സ്വതന്ത്ര സ്വരൂപിയാണ് കേന്ദ്രം അല്ലെങ്കിൽ പുരുഷൻ അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്നത്. അതിനെ ഒന്നും ബാധിക്കുന്നില്ല, എന്നാൽ എല്ലാം അതിനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ അതിനെ ബോധരൂപി, ആനന്ദരൂപി, സ്വതന്ത്ര സ്വരൂപി എന്ന് പറയും. അപ്പോൾ കണ്ട് ആസ്വദിക്കാനുള്ള ഒരു പരിപാടി എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ശ്ലോകം ഉണ്ട്, നൈനം ചിന്തതി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ. അതായത് ആത്മാവിൻ്റെ വിശദീകരണം പറയാം, ഇതിനെ ആയുധങ്ങൾ കൊണ്ട് മുറിക്കാൻ സാധ്യമല്ല, അഗ്നിക്ക് ഇതിനെ ഭസ്മമാക്കാൻ സാധ്യമല്ല, വെള്ളത്തിന് ഇതിന് നനയ്ക്കാൻ പറ്റില്ല, കാറ്റിന് ഇതിനെ ഉണക്കാൻ പറ്റില്ല. അതായത് ഇതിനെ ഒന്നും ബാധിക്കുന്നില്ല എന്നർത്ഥം. ശരീരം നശിക്കുമ്പോൾ ആത്മാവ് നശിക്കുന്നില്ല. അത് ഈ അർത്ഥത്തിലാണ് പറയുന്നത്. അതിന് പരിപൂർണ സ്വാതന്ത്ര്യമാണെന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഈ സൃഷ്ടി എന്തിനാണ് സൃഷ്ടി എന്നുള്ള ഒരു ചോദ്യമുണ്ട് അവിടെ. അതിന് പറയണത് ഈ കേന്ദ്രത്തിൽ അന്തർലീനമായിട്ടുള്ള എല്ലാ വൈവിധ്യങ്ങളെയും പ്രകടമാക്കി കണ്ട് രസിക്കണം എന്നുള്ള ആഗ്രഹത്തിന് സൃഷ്ടി ഉണ്ടായിരുന്നു.
ഏതോ വാനസ്യ മഹിമ എന്ന്. എല്ലാ മഹിമകളും ഓരോ സൃഷ്ടിയും അതിൻ്റെ മഹിമ വിളിച്ചോതാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടി ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ടാണ് ദാജി പറയുക, നമ്മളെപ്പോഴും നമ്മുടെ ബെറ്റർ വെർഷൻ ആയിരിക്കണം എന്ന് പറയുന്നില്ലേ. അത് ഓരോരുത്തരുടെയും മഹിമ പ്രകടമാക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മൾ പറയും ഓരോ സൃഷ്ടിയും ഈശ്വരൻ്റെ ഒരു പരീക്ഷണമാണ്. എന്തിനാണത്? ആരാണ് അദ്ദേഹത്തിൻ്റെ തനതായ രൂപത്തിൽ പ്രതിഫലിപ്പിക്കുക എന്നറിയാൻ വേണ്ടി. അങ്ങനെ പ്രതിഫലിപ്പിക്കുമ്പോൾ ആ സൃഷ്ടി അവസാനിക്കുന്നതാണ്. അപ്പം ആ അർത്ഥത്തിൽ ആണ് നമ്മൾ പറയണത് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ പരിണാമം ഇതുവരെയുള്ളതിൽ പരിണാമത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് മനുഷ്യനാണ്. കാരണം എന്താ? മനുഷ്യന് അവൻ്റെ ജീവിതത്തിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് ഈശ്വര സാക്ഷാത്കാരം സാധ്യമാണ്. അതായത് ഈശ്വരനെ തനതായ രീതിയിൽ പ്രതിഫലിപ്പിക്കാൻ മനുഷ്യന് കഴിയുന്നു. അതുകൊണ്ടാണ് പരിണാമത്തിൽ നമ്മൾ ഏറ്റവും മുൻപന്തിയിലെന്ന് പറയാൻ കാരണം. അപ്പോൾ ഈ രീതിയിലാണ് തന്ത്രശാസ്ത്രത്തിൽ കേന്ദ്രത്തെക്കുറിച്ച് പറയുന്നത്, മൂലകാരണത്തെക്കുറിച്ച് പറയുന്നത്. ഇനി നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിലേക്ക് വന്നാൽ ഏകദേശം ഇതുപോലെ തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ഒരു മിനിയേച്ചർ ഫോമാണ്. ഉദാഹരണത്തിന് നമ്മൾ പറയും, നമ്മളുടെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? സ്ഥൂല ശരീരം, നമ്മൾ കാണുന്ന ശരീരം. അതിൻ്റെ ഉള്ളിൽ സൂക്ഷ്മ ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ബോധമടങ്ങുന്ന സൂക്ഷ്മ ശരീരം. അതിൻ്റെ ഉള്ളിൽ കാരണ ശരീരം അല്ലെങ്കിൽ ആത്മാവ് എന്നല്ലേ നമ്മൾ പറയാം. അപ്പോൾ സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരത്തിനെ ആശ്രയിച്ചിരിക്കുന്നു, സൂക്ഷ്മ ശരീരം കാരണ ശരീരത്തിനെ ആശ്രയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കാരണ ശരീരത്തിനെ എല്ലാം ആശ്രയിക്കുന്നു, എന്നാൽ അതൊന്നിനെയും ആശ്രയിക്കുന്നില്ല. അങ്ങനെയാണ് നമ്മൾ പറയാം. ഇനി യോഗശാസ്ത്രത്തിലേക്ക് വന്നാൽ അതിനെ പഞ്ചദശി എന്ന് പറയും. ഏറ്റവും പുറമേയുള്ള ഈ ആവരണത്തിനെ അന്നമയകോശം, അതിൻ്റെ ഉള്ളിൽ പ്രാണമയകോശം, അതിൻ്റെ ഉള്ളിൽ മനോമയകോശം, അതിൻ്റെ ഉള്ളിൽ വിജ്ഞാനമയകോശം, അതിൻ്റെ ഉള്ളിൽ ആനന്ദമയകോശം. ആനന്ദമയകോശം എന്ന് പറയുന്നതാണ് ആത്മാവിൻ്റെ ഏറ്റവും അടുത്തുള്ള ആവരണം. ആനന്ദമാണ് അതിൻ്റെ പ്രകടമായ സ്വഭാവം. അതുകൊണ്ടാണ് ആനന്ദമയ കോശം എന്ന് പറയുന്നത്. അപ്പോൾ ബാബുജി മഹാരാജ് ഇതിനെ 23 വലയങ്ങളുള്ള ഏക കേന്ദ്ര വൃത്തങ്ങളായിട്ടാണ് പറയുന്നത്. നമുക്കറിയാം, സത്യോദയത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഏറ്റവും പുറത്തുള്ള 5 വലയങ്ങൾ അതിനെ മായയുടെ വലയങ്ങളായിട്ടാണ് പറയാം. ഹൃദയമണ്ഡലം എന്ന് നമ്മൾ പറയും. എന്താ മായാവലയം എന്ന് പറയാൻ കാരണം? അവിടെ എല്ലാം പരസ്പര വൈരുദ്ധ്യങ്ങളാണ്. അതായത് സംതൃപ്തി, അസംതൃപ്തി, ശാന്തി, അശാന്തി, സ്നേഹം, വെറുപ്പ്, ധൈര്യം, ഭീരുത്വം, വ്യക്തത, അവ്യക്തത. അതാണ് ആദ്യത്തെ 5 പോയിന്റുകൾ നമ്മൾ പറയില്ലേ. അത് മായയുടെ വലയങ്ങളാണ്. അതിൻ്റെ ഉള്ളിൽ അഹം എന്നുള്ള ഭാവത്തിൻ്റെ 11 വലയങ്ങളാണ് മനോമണ്ഡലം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ യഥാർത്ഥ ആത്മീയതയുടെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ അഹം എന്നുള്ള ഭാവത്തിനെ അത് കിടക്കുകയാണ്. അതിന് 11 വലയങ്ങളാണ്. അപ്പോൾ അഹം എന്നുള്ളതിൻ്റെ ആ വലയങ്ങളിൽ ആകെ ഒരു വൈരുദ്ധ്യം മാത്രമേ ഉള്ളൂ, എന്നാണ് ഈശ്വരനും ഞാനും എന്നുള്ള വൈരുദ്ധ്യം മാത്രമേ ഉള്ളൂ. പക്ഷെ അത് മറികടക്കാൻ നമുക്ക് 11 വലയങ്ങളാണ്. അത് മനോമണ്ഡലം എന്ന് പറയും. അതിൻ്റെ ഉള്ളിൽ കേന്ദ്രമണ്ഡലത്തിൽ അനുഭൂതിയുടെ 7 വലയങ്ങൾ. അങ്ങനെ 23 വലയങ്ങളുള്ള ഏക കേന്ദ്ര വൃത്തങ്ങളാണ്. ഉപരിതലത്തിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് യാത്രയാവുന്ന രീതിയിൽ. അപ്പോൾ ആത്മീയ യാത്രയിൽ അല്ലെങ്കിൽ സാക്ഷാത്കാരത്തിനുള്ള യാത്രയിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഉപരിതലത്തിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് യാത്രയാവും ഈ ഏക കേന്ദ്രവൃത്തങ്ങളിലൂടെ. ഇനി നമ്മൾ സൗരയൂഥത്തിനെ ശ്രദ്ധിച്ചാൽ
അത് ഭൂമി സൗരയൂഥത്തിലെ ഒരു ഗ്രഹമല്ലേ. സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളും സൂര്യനുമായി ആകർഷണത്തിലാണ്. നമ്മളതിനെ ഗുരുത്വാകർഷണ ബലം എന്ന് പറയില്ലേ. അതൊരു നേരിയ ബലമാണ്. അതുകൊണ്ട് അതിനെ വീക്ക് ഫോഴ്സ് എന്ന് പറയും സയൻസ്. വീക്ക് ഫോഴ്സ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ അതുപോലെ എല്ലാ ഗ്രഹങ്ങളും തമ്മിലും പരസ്പരം ഈ ഗുരുത്വാകർഷണമുണ്ട്. കേന്ദ്രവുമായിട്ടും ഗുരുത്വാകർഷണമുണ്ട്. അതിനെയാണ് വീക്ക് ഫോഴ്സ് അല്ലെങ്കിൽ നേരിയ ബലം എന്ന് പറയുന്നത്. ഇനി ഇത് സൗരയൂഥം. ഒരുപാട് സൗരയൂഥങ്ങളുണ്ട് ആകാശഗംഗയിൽ. ഈ സൗരയൂഥങ്ങളെല്ലാം പരസ്പരം ആകർഷിക്കുന്നു. അത് ആകാശഗംഗയുടെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കപ്പെടും. ഈ പ്രപഞ്ചത്തിലെ അനേകം ആകാശഗംഗകളുണ്ട്. ക്ഷീരപഥം നമ്മൾ പറയുന്നു. അതെല്ലാം പരസ്പരം ആകർഷിക്കുന്നു. അതിൻ്റെ കേന്ദ്രത്തിൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതായത് ഇതിനെല്ലാം നമ്മൾ പറയുന്നത് നേരിയ ബലം അല്ലെങ്കിൽ വീക്ക് ഫോഴ്സ് എന്നാണ്. ഈ വീക്ക് ഫോഴ്സ് ആണ് എല്ലാത്തിനെയും കണക്ട് ചെയ്യുന്നത്. ഈ വീക്ക് ഫോഴ്സിനെയാണ് നമ്മൾ സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ സ്നേഹമാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും കണക്ട് ചെയ്ത്. അപ്പോൾ പരിണാമ പ്രക്രിയയിലൂടെ ഇത് നമ്മൾ തിരിച്ചറിയുന്നു. ഈ സ്നേഹം എന്നുള്ള വീക്ക് ഫോഴ്സാണ് നമ്മളെ കണക്ട് ചെയ്യുന്നത്. ഇനി ആത്മീയ യാത്രയിൽ ഈ സ്നേഹം എന്നുള്ള ഈ വീക്ക് ഫോഴ്സാണ് അല്ലെങ്കിൽ നേരിയ ബലമാണ് നമ്മളെ സത്യാന്വേഷണത്തിന് പ്രേരിപ്പിക്കുന്നത്. ഒരു ഗുരുവിൻ്റെ കീഴിൽ ആത്മീയ പരിശീലനത്തിന് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അതുപോലെ സ്മരണ, വിശ്വാസം, സ്നേഹനിർഭരമായ ഹൃദയത്തിലേക്കുള്ള യാത്ര, എല്ലാത്തിനും പ്രേരക ശക്തി എന്ന് പറയുന്നത് ഈ സ്നേഹത്തിൻ്റെ ആകർഷണ ശക്തിയാണ്. ഇനി ഈ സാക്ഷാത്കാരത്തിൻ്റെ യാത്രയിൽ അല്ലെങ്കിൽ ആത്മീയ യാത്രയിൽ സംപ്രേഷണം അല്ലെങ്കിൽ പ്രാണാഹുതി കേന്ദ്രത്തിൽ നിന്ന് ഉപരിതലത്തിലേക്ക് ഒഴുകും. പരിണാമ പ്രക്രിയയിലൂടെ ഈ ബന്ധം കൂടുതൽ ശക്തമാകുന്നു. അപ്പോൾ ഈ കേന്ദ്രത്തിനെ ആശ്രയിച്ചാണ് നമ്മുടെ നിലനിൽപ്പ്, എല്ലാത്തിൻ്റെയും നിലനിൽപ്പ്. ഈ കേന്ദ്രമില്ലെങ്കിൽ നമ്മുടെ ജീവൻ തന്നെ അവശേഷിക്കില്ല. അപ്പോൾ കേന്ദ്രമാണ് എല്ലാ നിലനിൽപ്പിൻ്റെയും ആശ്രയം. ഇത് നമ്മൾ സൃഷ്ടിയിൽ എന്ത് നോക്കിയാലും ഇത് കാണാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മളൊരു കടൽ ദർശിക്കാൻ നിൽക്കുക. അതിൽ കൂറ്റൻ തിരമാലകൾ നമ്മൾ കാണും. ഈ തിരമാലകൾ അതിൻ്റെ കേന്ദ്രമെന്ന് പറയുന്ന ആഴക്കടലാണ്. അവിടെ നിശ്ചലതയാണ്, നിശബ്ദതയാണ്. ഈ ആഴക്കടലിൽ നിന്ന് ഒരു കുഞ്ഞോളമായിട്ടാണ് ഇത് തുടങ്ങുക. കരയ്ക്കടുക്കും തോറും അത് കൂറ്റൻ തിരമാലകളായിട്ട് മാറും. അപ്പോൾ ഈ തിരമാലകളുടെ കേന്ദ്രം എന്ന് പറയുന്നത് നിശ്ചലതയാണ്. അതായത് നമ്മൾ ഭൗതികത്തോട് അടുക്കും തോറും മനസ്സ് കൂടുതൽ കലുഷിതമാവുന്നു, ബോധം കൂടുതൽ കലുഷിതമാവുന്നു നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇത് കേന്ദ്രത്തിനെ ആശ്രയിച്ച് നിൽക്കുന്നു. അപ്പോൾ കൂറ്റൻ തിരമാലകൾ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കാറില്ല അതിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് നിശ്ചലമായിട്ടുള്ള ആഴക്കടലാണെന്ന്. ഈ തിരമാലകൾ ഈ ആഴക്കടലിലെ നിശ്ചലതയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അതുപോലെ ഒരു ചുഴലിക്കൊടുങ്കാറ്റ്, മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, അതിൻ്റെ ആ തിരിയുന്ന ഭാഗത്ത് വലിയ ബിൽഡിങ്ങുകളൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ അതിനൊക്കെ ചുഴറ്റി എറിയത്. പക്ഷേ ഈ ചുഴലിക്കൊടുങ്കാറ്റിന് ഒരു കേന്ദ്രബിന്ദു ഉണ്ട്. അത് നിശ്ചലതയാണ്, അത് അനങ്ങുന്നില്ല. ഈ കേന്ദ്രബിന്ദു മാറിക്കഴിഞ്ഞാൽ കൊടുങ്കാറ്റ് മൊത്തമായിട്ട് മാറിപ്പോകും. ശാസ്ത്രജ്ഞന്മാർ പരീക്ഷണങ്ങൾ നടത്തുന്നത് എങ്ങനെയെങ്കിലും ഈ ചുഴലിക്കൊടുങ്കാറ്റിൻ്റെ ആ കേന്ദ്രബിന്ദുവിനെ നമുക്ക് മാറ്റാൻ പറ്റുകയാണെങ്കിൽ, അതായത് ജനസാന്ദ്രതയുള്ള ഭാഗത്ത് നിന്ന് മാറ്റുകയാണെങ്കിൽ മൊത്തത്തിൽ ഈ
ചുഴലിക്കൊടുങ്കാറ്റ് മാറിപ്പോകും. അപ്പോൾ നിശ്ചലമായ കേന്ദ്രത്തിനെ അടിസ്ഥാനമാക്കിയാണ് ഇത് ഈ സംഹാര താണ്ഡവമാടുന്നത്. അതുപോലെ ഒരു പമ്പരം നമ്മൾ കറങ്ങുമ്പോൾ, സാധാരണ കുട്ടികൾ തിരിയുന്ന ഒരു പമ്പരം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉപരിതലം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഈ കറങ്ങുന്നതിന് ഒരു കേന്ദ്രമുണ്ട്, അത് നിശ്ചലമാണ്. ആ നിശ്ചലമായ കേന്ദ്രത്തിനെ ആശ്രയിച്ചാണ് ഇത് കറങ്ങുന്നത്. എപ്പോഴാണ് ആ കേന്ദ്രം അസ്വസ്ഥമാവുന്നത്, അപ്പോൾ ഈ ചലനം നിന്നു പോകും. അപ്പോൾ ഈ കേന്ദ്രത്തിനെ ആശ്രയിച്ചാണ് എല്ലാം നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കും. അതായത് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൻ്റെ കേന്ദ്രവും മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ കേന്ദ്രവും ഈശ്വരൻ്റെ നിലനിൽപ്പിൻ്റെ കേന്ദ്രവും ഒന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈശ്വര സാക്ഷാത്കാരവും ആത്മസാക്ഷാത്കാരവും ഒന്നാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ അഖണ്ഡമായിട്ടുള്ള ഈ കേന്ദ്രബിന്ദു, അല്ലെങ്കിൽ പൂജ്യം എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ സിംഗുലാരിറ്റി എന്ന് ഫിസിക്സ് പറയുന്നു. ഈ സിംഗുലാരിറ്റിയിൽ നിന്ന്, ഈ കേന്ദ്രബിന്ദുവിൽ നിന്ന് പരിണാമത്തിലൂടെ പ്രപഞ്ചം ആവിർഭവിച്ചു. മനുഷ്യൻ്റെ ആവിർഭാവവും ഈ സിംഗുലാരിറ്റിയിൽ നിന്ന് തന്നെയാണ്. ഇനി സൃഷ്ടിക്ക് മുമ്പ് ഈ കേന്ദ്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കേന്ദ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ സൃഷ്ടികളും ഉറങ്ങുന്ന കേന്ദ്രം. അതായത് ഒരു വലിയ വൃക്ഷം ഒരു വിത്തിൽ ഉറങ്ങുന്ന പോലെ ആണ് കേന്ദ്രത്തിൻ്റെ സ്ഥിതി. ഒരു കവിതയുണ്ട് അങ്ങനെ: അന്നക്കിളി വർണ്ണക്കിളി കൊത്തിയെടുത്തൊരു ചെറുമണി ഇളമണി കായ്മണിയിൽ ആയിരത്താണ്ടിന്നു തണലിലയേന്തും അരയാൽ മരമുറങ്ങി. അതായത് ആയിരക്കണക്കിന് വർഷം നമുക്ക് തണൽ തരുന്ന ഒരു വൻ ആൽമരം ഒരു ചെറിയ വിത്തിനുള്ളിൽ ഉറങ്ങിക്കിടക്കും. അപ്പോൾ എല്ലാം അന്തർലീനമായ ഈ കേന്ദ്രവും ആ കേന്ദ്രത്തിന് ചുറ്റും അന്തർലീനമായ ചലനവും ആ ചലനത്തിന് കാരണമായിട്ടുള്ള സൃഷ്ടിക്ക് വേണ്ടിയുള്ള അഭിവാഞ്ചയും ചേർന്ന് ഒരു ബിഗ് ബാങ് ഉണ്ടായി. ബിഗ് ബാങ് എന്നാണ് പേരെങ്കിലും ചെറിയൊരു സ്ഫോടനമാണ് ഉണ്ടായത്. ആ ബിഗ് ബാങ്ങിൽ നിന്ന്, അല്ലെങ്കിൽ ആ ചെറിയ സ്ഫോടനത്തിൽ നിന്ന് നിലനിൽപ്പ്, വ്യക്തിത്വം, ഐഡൻറ്റിറ്റി ഉണ്ടായി. മനുഷ്യനിൽ ആദ്യമുണ്ടായ ആവരണം എന്ന് പറയുന്നത് ഈ വ്യക്തിത്വം എന്ന ബോധമാണ്. ആദ്യത്തെ ആവരണം. പിന്നീട് മനസ്സും ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളും ചേർന്ന് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കി. ചിന്തകളും പ്രവൃത്തികളും അത് വീണ്ടും സങ്കീർണമാക്കി കൂടുതൽ മുദ്രകളും ആവരണങ്ങളും സൃഷ്ടിക്കാൻ തുടങ്ങി. അങ്ങനെ ഇന്ന് കാണുന്ന ഈ അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേർന്നു. ഇനി ഈ അവസ്ഥയിൽ നിന്ന് നമ്മൾ മടക്കയാത്ര ആരംഭിക്കുന്നു. അപ്പോൾ മടക്കയാത്രയുടെ ക്രമം എന്തായിരിക്കും? സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക്, സൂക്ഷ്മത്തിൽ നിന്ന് കാരണത്തിലേക്ക്. ബാബുജി മഹാരാജ് അതിനെ പല രീതിയിലും പറയും. അദ്ദേഹം പറയില്ലേ, മതം അവസാനിക്കുമ്പോൾ ആത്മീയത തുടങ്ങുന്നു. അതായത് മതത്തിൽ നിന്ന് ആത്മീയതയിലേക്ക്, ആത്മീയതയിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക്, യാഥാർത്ഥ്യത്തിൽ നിന്ന് സച്ചിദാനന്ദത്തിലേക്ക്, സച്ചിദാനന്ദത്തിൽ നിന്ന് അനന്തമായ ശൂന്യതയിലേക്ക്, എല്ലാ സാധ്യതകളും ഉറങ്ങിക്കിടക്കുന്ന ശൂന്യതയിലേക്കുള്ള യാത്രയാണ്. ബാബുജി മഹാരാജ് മറ്റൊരു രീതിയിൽ പറയും, അറിവിൽ നിന്ന് അനുഭവത്തിലേക്ക്, അനുഭവത്തിൽ നിന്ന് ആയിത്തീരലിലേക്ക്, ആയിത്തീരലിൽ നിന്ന് ഒന്നും ആകാത്ത അവസ്ഥയിലേക്ക്, ശൂന്യതയിലേക്ക്. ആ ശൂന്യതയിൽ എല്ലാ സാധ്യതകളും അന്തർലീനമായിരിക്കും. അപ്പോൾ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക്, സൂക്ഷ്മത്തിൽ നിന്ന് കാരണത്തിലേക്കുള്ള യാത്രയാണ്.
സാക്ഷാത്കാരത്തിലേക്കുള്ള യാത്ര അല്ലെങ്കിൽ ആത്മീയ യാത്ര എന്ന്. ഈ ഹാർട്ട്ഫുൾനെസ്സിൽ ഓരോ സിറ്റിങ്ങിന് ശേഷവും ഓരോ ധ്യാനത്തിന് ശേഷവും ഈ അനുക്രമം നമ്മൾ പരിശീലിക്കുന്നു. എങ്ങനെയത്? അതിനെയാണ് ദാജി AEIOU എന്ന് പറയുന്നത്. ഓരോ ധ്യാനത്തിന് ശേഷവും ഈ സ്റ്റെപ്പുകൾ കൂടെ നമ്മൾ കടന്നു പോകുന്നു. എന്താണത്? എന്ന് പറഞ്ഞാൽ അക്വയർ, അല്ലെങ്കിൽ ഈ ധ്യാനാവസ്ഥ അല്ലെങ്കിൽ ശൂന്യാവസ്ഥ നേടിയെടുക്കുക. അങ്ങനെ നമ്മൾ ധ്യാനിക്കേണ്ടതുണ്ട്. അതാണ് അക്വയർ, ധ്യാനിക്കുന്നു ആദ്യം. അത് കഴിഞ്ഞാൽ ആണ്. എന്ന് പറഞ്ഞാൽ എൻലിവൻ, അതായത് ഈ ധ്യാനാവസ്ഥ നമ്മൾ ശക്തമാക്കേണ്ടിയിരിക്കുന്നു, വിപുലമാക്കുക. എങ്ങനെയാണ്? ധ്യാനത്തിന് ശേഷം നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ശ്രദ്ധ കൊടുത്ത് കുറച്ച് നേരം ഇരിക്കുക. ഈ അവസ്ഥയെക്കുറിച്ച് നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ അത് വികസിക്കും. അതിനാണ് നമ്മൾ എൻലിവൻ എന്ന് പറയുന്നത്, വികസിപ്പിക്കുക. അടുത്തത് ഇംബൈബാണ്. ഇംബൈബ് എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥ നമ്മൾ സ്വാംശീകരിക്കുക. അതായത് ഹൃദയത്തിൽ ഈ അവസ്ഥ ശക്തമായി നിൽക്കുന്നു. നമ്മൾ ഒരു സങ്കല്പം വയ്ക്കുന്നു, എൻ്റെ എല്ലാ കോശങ്ങളിലും സൂക്ഷ്മ ശരീരത്തിലും ഈ ശൂന്യാവസ്ഥ അല്ലെങ്കിൽ ദിവ്യമായ അവസ്ഥ വ്യാപിക്കുന്നു. അപ്പോൾ ഹൃദയത്തിലെ അവസ്ഥ ശരീരത്തിൽ മുഴുവൻ വ്യാപിക്കുന്നു. അതിനെയാണ് നമ്മൾ സ്വാംശീകരണം അല്ലെങ്കിൽ ഇംബൈബ് എന്ന് പറയുന്നത്. അടുത്തെന്താ? AEIO ആണ്, വൺനെസ് അല്ലെങ്കിൽ ഏകത്വം. അതായത് നമ്മുടെ എല്ലാ കോശങ്ങളിലും സൂക്ഷ്മ ശരീരത്തിലും ഈ ദിവ്യത്വം അല്ലെങ്കിൽ ശൂന്യത നിറയുന്നു. ഇനി നമ്മൾ അടുത്ത സങ്കല്പം വയ്ക്കുകയാണ്, എൻ്റെ ചുറ്റുമുള്ള എല്ലാ ചരാചരങ്ങളിലും ദിവ്യസ്മരണയിലാണ്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ഈ ദിവ്യാവസ്ഥ പുറത്തും വ്യാപിക്കും. അതിനാണ് നമ്മൾ വൺനെസ് എന്ന് പറയുന്നത്, ഏകത്വം, ഉള്ളിലും പുറത്തും. ഈ ഏകത്വത്തിൽ നമ്മൾ മുഴുകിപ്പോകുന്നു, ആ അവസ്ഥ മാത്രം നിലനിൽക്കുന്നു. അതിനാണ് യൂണിയൻ അല്ലെങ്കിൽ ലയാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ അനുക്രമം നമ്മൾ ഫോളോ ചെയ്യാണ്. എന്താണ്? സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിൽ നിന്ന് കാരണത്തിലേക്ക്. അപ്പോൾ ആത്മീയ യാത്ര അല്ലെങ്കിൽ സാക്ഷാത്കാരത്തിലുള്ള യാത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ചക്രങ്ങളിൽ, ഉപചക്രങ്ങളിലും ഓരോ ചക്രത്തിലും ഈ അനുക്രമം നമ്മൾ പരിശീലിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ചക്രത്തിലും ഉപചക്രങ്ങളിലുള്ള നിഗൂഢതകൾ അത് വെളിവാക്കുക എന്നതാണ് സാക്ഷാത്കാരത്തിലേക്കുള്ള യാത്ര. അപ്പോൾ ബോധോദയത്തിൻ്റെ വ്യത്യസ്തമായ മേഖലയിൽ കൂടി നമ്മൾ സഞ്ചരിക്കുന്നു ഈ സാക്ഷാത്കാരത്തിലേക്കുള്ള യാത്രയിൽ. അങ്ങനെ എല്ലാ അവസ്ഥകളിലും നമ്മൾ വൈദഗ്ധ്യം നേടുന്ന സമയത്ത് പരിപൂർണമായ യാഥാർത്ഥ്യത്തിൽ നമ്മൾ എത്തിച്ചേരും. അതാണ് നമ്മുടെ നിലനിൽപ്പിൻ്റെ കേന്ദ്രം, പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൻ്റെ കേന്ദ്രം, ഈശ്വരൻ്റെ നിലനിൽപ്പിൻ്റെ. താങ്ക് യു. നമസ്കാരം. വളരെയധികം നന്ദി മോനേട്ടോ. എനിക്ക് തോന്നി ഈ മോനേട്ടൻ സംസാരിച്ചിരിക്കുന്ന ഈ സമയം മുഴുവനും മനസ്സ്, ഈ അലയുന്ന മനസ്സ് കേന്ദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുകയെന്ന് തോന്നുന്നു. കാരണം അത്രയും ഓരോ ഉദാഹരണങ്ങൾ പറയുമ്പോഴും അത് ശരിക്കും ഇങ്ങനെ ഫീൽ ചെയ്യുന്ന ഒരു അനുഭൂതിയായിരുന്നു. എന്തായാലും ഇത് കേൾക്കുന്ന എല്ലാവർക്കും അങ്ങനെയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ കേന്ദ്രവുമായി ബന്ധത്തിലാവുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ എളുപ്പത്തിലുള്ള സംഗതിയാണല്ലേ ഹാർട്ട്ഫുൾനെസ്സിനെ സംബന്ധിച്ചിടത്തോളം. വളരെയധികം നന്ദി, ഇത്ര വിശദമായി, ഇത്ര ലളിതമായി ഈ ഒരു ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചതിന് വളരെയധികം നന്ദി. ഇനി നമുക്ക് സത്സംഗത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് പുതുതായി ആരെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്ന് ഒരിക്കൽ കൂടി പറയാം. സ്വസ്ഥമായിരുന്ന് കണ്ണുകളടച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവ്യപ്രകാശത്തിൻ്റെ ഒരു സ്രോതസ്സുണ്ടെന്നും അത് എൻ്റെ ശ്രദ്ധ ഉള്ളിലേക്ക് ആകർഷിക്കുന്നുവെന്നും സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ധ്യാനം ആരംഭിക്കുന്നു. ആ സമയത്ത് മറ്റു ചിന്തകൾ വരികയാണെങ്കിൽ സ്വയം ഓർമ്മിപ്പിക്കുക, ഞാൻ എൻ്റെ ഹൃദയത്തിലെ ദിവ്യപ്രകാശത്തിൻ്റെ സ്രോതസ്സിൽ ധ്യാനിക്കുകയാണ്. ഉള്ളിൽ സ്നേഹഭാവവും സാക്ഷിഭാവവും കാത്തു സൂക്ഷിക്കുക.
അതിനുശേഷം 9 മണി മുതൽ സാർവലൗകിക പ്രാർത്ഥന. എല്ലാവരിലും സ്നേഹവും ഭക്തിയും വിശ്വാസവും സാഹോദര്യവും നിറയുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ 15 മിനിറ്റ് ധ്യാനിക്കും. അപ്പോൾ നമുക്ക് 9 മണി വരെ ധ്യാനിക്കാം. സത്സംഗം 9 മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. ഈ സമയത്ത് നമ്മൾ യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്യാണ്. താങ്ക് യു. നമസ്കാരം.